186 ദിവസം ദീർഘനാളുകൾ പിന്നിടുന്ന ഒരു രാപ്പകൽ സമരം ഒടുവിൽ പ്രതീക്ഷയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനവും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകളെല്ലാം എത്തുമ്പോൾ എന്താണ് മുനമ്പം ജനതയുടെ പ്രതീക്ഷ? നീതി ലഭ്യമാകും എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും അതിനുള്ളൊരു ഏറ്റവും വലിയൊരു മാറ്റമാണ് നിങ്ങൾ ഇന്നലെ കണ്ടത്. ബഹുമാനപ്പെട്ട മൈനോറിറ്റി മിനിസ്റ്റർ കിരൺ റിജിജുവിന്റെ സന്ദർശനം, അദ്ദേഹം ഞങ്ങൾക്ക് ഇന്നലെ തന്ന വാഗ്ദാനങ്ങളും അദ്ദേഹം ഞങ്ങൾക്ക് തന്ന ഉറപ്പുകളും, അതിന് പിന്നീട് ഇപ്പൊ ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നതും ഞങ്ങൾക്ക് കിട്ടിയ ക്ഷണിക്കും, ഇതെല്ലാം ഞങ്ങൾക്ക് പ്രതീക്ഷകളാണ്. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ലക്ഷ്യം അടുത്തെത്തി ഞങ്ങളുടെ. പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോൾ മുനമ്പം ജനത തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും, തന്റെ റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കണമെന്നായിരിക്കുമല്ലോ ആദ്യം പറയാൻ പോകുന്നത്. എന്താണ് പ്രധാനമന്ത്രിയിൽ നിന്നും തീർച്ചയായും ഒരു നല്ല മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഞങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ച കഴിഞ്ഞ 12-ാം തീയതി നടക്കേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് ആരോടും വെളിപ്പെടുത്തിയിരുന്നില്ല. കാരണം ഞങ്ങൾ പോയി വന്നതിന് ശേഷം വെളിപ്പെടുത്തിയാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ കാരണം. പക്ഷെ ഇന്ന് ഞങ്ങൾ അത് വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ, കാരണം ഇന്നലെ തുടങ്ങി ഞങ്ങൾക്കെതിരെ പല ഫോൾസ് സ്റ്റോറീസും പല വ്യൂഹങ്ങളും ഇങ്ങനെ പറഞ്ഞു നടപ്പുണ്ട്. അപ്പൊ ഞങ്ങൾക്കെതിരെ കുത്തിത്തിരിപ്പുകാർക്കുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾ ഇന്നത് പറഞ്ഞത്. ഞങ്ങൾ 15 പേരടങ്ങുന്ന ഒരു സംഘത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പ്രധാനമന്ത്രി ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയായിട്ടൊരു ചായ സൽക്കാരത്തിനാണ് അദ്ദേഹം വിളിച്ചേക്കുന്നത്. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഉറപ്പാണ് കിട്ടിയേക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പൗരൻ ഈ മുനമ്പം കടപ്പുറത്തെ ജനങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇതിൽ പരം എന്ത് അഷുറൻസ് ആണ് ഇതിൽ പരം? മോദിക്ക് ഗ്യാരണ്ടി ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഇനി ഭയപ്പെടുന്നത്? പ്രധാനമന്ത്രിക്ക് അപ്പുറമൊന്നും വരില്ലല്ലോ ഇവിടത്തെ കുത്തിത്തിരിപ്പുകാർക്ക് ഇനി ഇരുന്ന് കരച്ചിലുകളുടെ നാളായിരിക്കുള്ളൂ. ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പഴയ കാലത്തേക്കുള്ള നടന്നു നീങ്ങാനുള്ള ഞങ്ങളുടെ അവസരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ശ്രീ ഫിലിപ്പ് തയ്യിൽ, അവിടെ നിങ്ങളുടെ സമര സമിതിയിൽ തന്നെ ഉള്ള നേതൃത്വം കൊടുക്കുന്ന വൈദികർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത് മന്ത്രിയുടെ സന്ദർശനത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു ഫലമുണ്ടായില്ല എന്ന് പറയുന്നു. അതിന്റെ വസ്തുത എന്താണ്? അതിന്റെ വസ്തുത, പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഫലമുണ്ടായില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതൊരു സിവിൽ കോടതിയിൽ നടക്കുന്ന ഒരു കേസുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു പുതിയൊരു നിയമം ഇറങ്ങി ഒരു 10 ദിവസമായിട്ടുള്ളൂ. അതിന്റെ ഗസറ്റ് പുറത്ത് വന്നിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇതെല്ലാം ഒരു രാത്രി കൊണ്ട് തീരുമെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. അതെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് എല്ലാവരും അതിൽ അവെയറാണ്. ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്നതാണ്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയില്ലെന്ന് ഒരു മനുഷ്യൻ, ഞങ്ങൾക്ക് 100% പ്രതീക്ഷയുണ്ട് ഇന്നലെ വന്നിരിക്കുന്ന കിരൺ റിജിജുവിന്റെ സന്ദർശനത്തിൽ. കാരണം അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളല്ല ഞങ്ങൾക്ക് നേരിട്ട് തന്നിരിക്കുന്നത്. ഞങ്ങളെ നേരിട്ട് തന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്ന കുറെ വാഗ്ദാനങ്ങളുണ്ട്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് 100% പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, എന്നെ ഇവിടെ വിട്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടൊരു സന്ദേശം തന്നിട്ടുണ്ട്. ആ സന്ദേശമാണ് ഞങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത്. അതിലിപ്പോ മറ്റുള്ളവർക്ക് ശരിക്കും അസൂയാണ്. കാരണം അതല്ലാതെ ഈ കുത്തിത്തിരിപ്പുകാർക്ക് അവരുടെ പ്രതീക്ഷകൾ മങ്ങിപ്പോയി. ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇപ്പൊ അതിന് ആക്കം കൂടിയിരിക്കുകയാണ്. ഈ മറ്റുള്ളവർ പറയുന്നത് പോലെ സമരസമിതിക്കുള്ളിൽ ഒരു ചേരിതിരിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ചേരിതിരിവ് ഒന്നുമില്ല. ഇന്നലെ ഞങ്ങളുടെ സമരസമിതിയിലെ ഒരു അംഗം, ബാംഗ്ലൂർ ജോലിയെടുക്കുന്ന ഒരാള്, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചാനലല്ല, ഒരു യൂട്യൂബ് ചാനൽ ചോദിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം അത് വളച്ചൊടിച്ചിട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് വാർത്താക്കുറിപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം എന്താണ് ചെയ്തതെന്നും അപ്പൊ നിങ്ങൾ പല ന്യൂസ് ചാനലുകളിൽ പോയി കാണാം. അദ്ദേഹം ആ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം മറുനാടൻ എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ അദ്ദേഹം ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അപ്പൊ അതിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ശ്രീ ഫിലിപ്പ് തയ്യിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, അതായത് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത ആളുകളൊക്കെ പറയുന്നത് ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരി, ഇപ്പോൾ മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. ഈ കിരൺ റിജിജുവിൻ്റെ പ്രതികരണം, അല്ലെങ്കിൽ നിങ്ങളെ മുനമ്പത്ത് വന്നതിന് ശേഷമുള്ള പ്രതികരണത്തിന് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, മകൻ മരിച്ചാലും മരുമോളുടെ കരച്ചിൽ കാണുന്നു എന്നുള്ളത്. അതാണിപ്പോ അവരുടെ അവസ്ഥ. അവർക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് പറയും, അപ്പുറം മാറിന്നിട്ട് വേറെ പറയും. ഇവർ ഒരു ദിവസം വന്നിട്ട് പറയും 10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം തീർത്തു തരാന്ന് പറയും. ഒരാൾ വന്നിട്ട് പറയും ഞാൻ നാളെ നിയമസഭ തുടങ്ങിയാണ്, ഞാൻ നാളെ ഇപ്പൊ നിയമസഭയിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിക്കാന്ന് പറയും. ഇവിടെ വന്നിട്ട് പറയും ഇത് വഖഫ് ഭൂമിയല്ലെന്ന് പറയും. തിരിച്ചപ്പുറത്ത് മാറിന്നിട്ട് പറയും ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയും. അവർക്കൊക്കെ അവർക്കൊക്കെ കുറെ അജണ്ടകളുണ്ട്.
അവർക്കൊക്കെ കുറെ പ്രൊപ്പഗാൻഡകൾ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ കുറെ കുത്തിത്തിരിപ്പ് എങ്ങനെയെങ്കിലും പറ്റിക്കാനുണ്ടായിരുന്നു. അവർക്കൊക്കെ ഉള്ളൊരു മറുപടി ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവർക്ക് വേറെ എന്താ പറയാൻ പറ്റുന്നത്? ഇവര് പറയോ വഖഫ് നിയമം നല്ലതാണെന്ന്? ഇപ്പൊ ഇവര് ഞങ്ങളുടെ കൂടെയാണെങ്കിൽ ഇവരിപ്പോ സുപ്രീം കോടതിയിൽ എന്തുകൊണ്ടാണ് ഇവര് കേസിന് പോയേക്കുന്നത്, സ്റ്റേ മേടിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്? ഇവര് എന്താ പറയണ, ഒരുതരം ആടിനെ പട്ടിയാക്കുന്ന ഒരു സ്വഭാവമായിട്ട് നടക്കുകയാണ്. ഇവര് ഞങ്ങളുടെ കൂടെയാണ്, ഇവർക്കറിയാം ഇത് വഖഫ് ഭൂമിയല്ല, ഇതൊന്നുമല്ല, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു തിയറിയാണ് എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർക്ക് പലരെയും ഭയമാണ്. പലരും പലതും വിളിച്ചു പറഞ്ഞു ഇവരുടെ കള്ളങ്ങളും പുറത്തു വരുമെന്ന് ഓർക്കുമ്പോൾ ഇവര് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് പറയും വി ഡോണ്ട് കെയർ, ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല, ഇവരെന്ത് പറയണം, അയാൾ എന്ത് പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ പള്ളിയുടെ മണ്ണും ഞങ്ങളുടെ അമ്പലത്തിന്റെ മണ്ണും ഞങ്ങൾക്ക് അതൊക്കെ വിഷയമുള്ളൂ. അല്ലാതെ ഈ ഒരു അയൽവക്കത്തെ പറമ്പിൽ നിന്ന് ഒരു കഴുത കരയുമ്പോൾ അതിനെ നോക്കി സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ശ്രീ ഫിലിപ്പ് തയ്യിൽ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. സഭയുടെ സപ്പോർട്ട് ഈ ഇത്രയും ദിവസം 156 ദിവസത്തോളം വരുന്നു കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് നമ്മുടെ കോട്ടപ്പുറം രൂപത ഒക്കെ നിങ്ങളോടൊപ്പം തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ 3 റീത്തുകളിൽ നിന്നുള്ള സഭാ നേതൃത്വമൊക്കെ ഒരുപാട് പ്രാവശ്യം മുനമ്പം സമരത്തിൽ എത്തുകയും നിങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവിടെ സമരത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിരൺ റിജിജു വന്നതിന് ശേഷമുള്ള അവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ് സമരസമിതിയോടുള്ള? സഭയ്ക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ്സ് ഉണ്ട്. സഭ ഒരു ദൈവിക സ്ഥാപനമാണ്. സഭ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സ്ഥാപനമല്ല. സഭയ്ക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ്സ് ഉണ്ട്. സഭ അവരുടെ ലിമിറ്റ്സിൽ നിന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അതിൽ ഞങ്ങളൊരു ഇതില്ല. പക്ഷേ അതിനകത്ത് കുറച്ച് സംഘടനകളുണ്ട്, അവർ ശരിക്കും ഞങ്ങൾക്കെതിരെ കുറെ കുത്തിത്തിരിപ്പായിട്ട്. ഉദാഹരണത്തിന് ഇപ്പൊ KLCA എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. അദ്ദേഹത്തിന്റെ നേതാവിനെയുമായിട്ട് മുൻപത്ത് വന്നിട്ട് അതേ KLCA സംഘടനകളും സംഘടനാ മെമ്പർമാര് ഞങ്ങളോട് പറയുന്നത് ഇദ്ദേഹം ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അഡ്വക്കേറ്റ് ഷെറി നിങ്ങൾ അദ്ദേഹത്തിന് വളരെ രീതിയിൽ കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും എന്നാ പറയുന്നത്. അതുകൂടാതെ കുറച്ച് ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് സംഘടനകളുണ്ട്. ഇവരെല്ലാം കുറെ കുത്തിത്തിരിപ്പായിട്ട് നടന്നിട്ടുണ്ട്. ഇവർക്ക് മുനമ്പം സമരത്തിന്റെ മറയാക്കിക്കൊണ്ട് ഇവർക്ക് കുറെ മുതലെടുപ്പുകൾ ശ്രമിച്ചിരുന്നു. അതെല്ലാം നടക്കില്ല. കാരണം KLCA മെമ്പേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞാണ് അഡ്വക്കേറ്റ് ഷെറി വരുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ കാണണം, അദ്ദേഹം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നാരക്കൽ നിയോജകമണ്ഡലം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും, അപ്പൊ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KLCA ആൾക്കാർ ഇവിടെ വന്നത്. അപ്പൊ സഭയുടെ ലിമിറ്റിൽ നിന്നിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വൈദികരും മെത്രാന്മാരും എല്ലാവരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സംഘടനകൾ കുത്തിത്തിരിപ്പിന് തന്നെ നടന്നിട്ടുള്ളൂ. കാരണം അവർക്ക് അവരുടേതായ കുറെ അജണ്ടകൾ ഉണ്ടായിരുന്നു. മുനമ്പത്ത് വന്ന് എന്തുകൊണ്ട് ഈ സഭ ഈ പറയുന്ന സംഘടനകൾക്ക് മുനമ്പത്ത് കാലുകുത്താൻ പറ്റുന്നില്ല? അവർക്കറിയാം മുനമ്പൻ ജനത അവരെ മനസ്സിലാക്കി, അവർക്കെതിരെയുള്ള അവരുടെ ഗൂഢാലോചന എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്. എന്തുകൊണ്ട് ഈ TV ചർച്ചകളിൽ മാത്രം കാണുന്ന ഈ സംഘടനകളുടെ നേതാക്കന്മാർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ 185 ദിവസം സമരം നടന്നിട്ട് മുനമ്പം പന്തലിലേക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എത്ര പ്രാവശ്യം വന്നതും ഒറ്റയ്ക്കല്ല വന്നേക്കണത്. ഒരു മെത്രാന്റെ കാറിൽ കയറിയാണ് വന്നത്, അല്ലാതെ ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല.